ഈ വീഡിയോയിൽ പുറകിൽ നിൽക്കുന്ന ആൾ എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. കണ്ടോ? അപ്പോൾ ഈ ബുൾജിറ്റ് സഹോദരന്മാർ പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അച്ചാർ കച്ചവടം. അപ്പം സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ബിസിനസ് കൂടെ നല്ലതാണ്, ഒരു ബിസിനസ് ഒരാൾ ചെയ്യുന്നത് നല്ലതാണ്, തുടങ്ങുന്നത് നല്ലതാണ്, ആ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരണം. പക്ഷേ ഇങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയായിപ്പോകും. ഈ ബുൾജെറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടല്ലേ, കേരളം കത്തും കത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ വണ്ടി പിടിക്കുന്നതും വലിയ രീതിയിൽ ചർച്ചയാവുന്നതും ഒക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പം വലിയ രീതിയിൽ അത്ര വൈറൽ കോണ്ടന്റ് ഒന്നും ഇവരുടെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് വന്നു വൈറലായിട്ടൊരു സംഭവം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അച്ചാർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്കകത്ത് ഏറ്റവും ഇസഡ് വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത്, ഈ വൃത്തിയില്ലായ്മയൊക്കെ ഇവർ എഡിറ്റ് പോലും ചെയ്യാതെ കൃത്യമായ രീതിയിൽ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ എന്തുദ്ദേശിച്ചാണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ആരെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഈ അച്ചാർ മേടിച്ച് കൂട്ടുമോ എന്നുള്ളതാണ്. ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഇതിന് കുറേ കമന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇത് മുഴുവൻ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് 7ാമത്തെ മിനിറ്റിനകത്ത് പട്ടിയുടെ കാൽപാദം കാണാം എന്ന് പറയുന്നുണ്ട്. പട്ടിയുടെ കാൽപാദം കാണാം എന്നൊക്കെ പറയും. ഞാൻ 7ാമത്തെ മിനിറ്റ് കയറി നോക്കാൻ നേരത്ത് ഇവർ ഈ പൗഡറുകൾ ഓരോന്ന് മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ അങ്ങനെ ഓരോന്നും പരിചയപ്പെടുത്തുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ നേരത്ത് ഒരു കാൽപാദം പോലെ ഇവിടെ വീട്ടിലൊരു പട്ടിയുണ്ട് ഓൾറെഡി. ഈ പട്ടിയുടെ കാൽപാദമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ ഒരു സംഭവം നമുക്കതിനകത്ത് കാണാനുള്ളത്. ഇതൊക്കെയാണ് ഒരു അച്ചാർ മേടിച്ചാൽ ഫ്രീ കിട്ടുന്നത്. പൂച്ചപ്പൂട, പട്ടിപ്പൂട, തുപ്പൽ, അല്ല അടിപൊളി അച്ചാർ, ആഹാ ടേസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വൃത്തി ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങും. ബട്ട് നിങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ, സോ ഞാൻ വാങ്ങില്ല ബ്രോ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കും വൃത്തി തീരെ കുറവാണ് എന്നുള്ള രീതിയിലാണ് കമന്റ് വരുന്നത്. എടുത്തു വെച്ചോ, അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. ഇതിനകത്ത് കോമഡി എന്ന് വെച്ചാൽ 12ാമത്തെ മിനിറ്റിൽ ഇവരെല്ലാം കൂടെ ഈ അച്ചാർ ഇടുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഇവരുടെ അച്ഛനാണ് ഇതിനാണ് മെയിൻ നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഈ അച്ചാർ ഇടാൻ എല്ലാത്തിനൊക്കെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്, അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഈ ബുൾജെറ്റ് ഇവർ രണ്ടുപേരും ഇതിൻ്റെ കൂടെ കൂടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, തുപ്പലെല്ലാം അതിനകത്ത് വീഴുന്നുണ്ട്. ഗ്ലൗസ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ മാറി നിന്നിട്ട് ഈ അച്ചാർ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ മാറി നിന്നിട്ട് മൂക്ക് ചീറ്റിക്കളയുന്ന ഒരു കലാപരിപാടി ആ സൈഡിൽ നിന്ന് കാണിക്കും. ആ ഒരു ഒറ്റ സംഭവം കണ്ടാൽ മതി, പിന്നെ ഈ അച്ചാർ ആരും മേടിക്കില്ല. നമുക്ക് കഴിക്കാനായിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നത്, കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഈ സാധനം ഉണ്ടാക്കി എന്തായാലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ഒരു ചാനലൊക്കെ ഉണ്ട്, അത്യാവശ്യം ബിസിനസ് ചെയ്ത് നല്ലൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലൗസോ മുഖമൊന്നും മാസ്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ മേടിച്ചാൽ. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്തിട്ട് അച്ചാർ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിനകത്തോട്ട് കൈയൊക്കെ ഇട്ട് കുടയുന്നുണ്ട്. ഈ വലിയ ഈ അച്ചാർ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഉരുളിയിലേക്കൊക്കെ എടുത്ത് കൈയൊക്കെ കുടയുന്നുണ്ട്. എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരൊറ്റ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടത് വെച്ച് തുടങ്ങിയപ്പം തന്നെ ഇത്രയും വിവരക്കേട് കാണിച്ച് ഇതെടുത്ത് പബ്ലിഷ് ചെയ്ത് വൃത്തിയില്ലായ്മയിലൂടെ ഒരു ബിസിനസ് പൂട്ടിച്ച ചരിത്രം ഒരു പക്ഷേ ഈ ബുൾജെറ്റ് സഹോദരന്മാർക്ക് തന്നെ ആയിരിക്കും. എടാ മിനിമം ഇത് വീഡിയോ എടുത്തതിന് ശേഷം ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്താൽ പോരായിരുന്നു. ഒന്ന് കണ്ടിട്ട് ഇമാതിരിയൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് വൃത്തിയായിട്ടെങ്കിലും കാണിച്ചാണെങ്കിൽ ചിലപ്പം 10 പേര് ഈ അച്ചാർ എടുത്ത് മേടിച്ചാൽ, ആരെങ്കിലും ഓർഡർ ചെയ്താൽ. ഒന്നുമില്ല, ഈ വീഡിയോ എടുക്കാതെ ഇത് പബ്ലിഷ് ചെയ്താൽ ആരെങ്കിലും കണ്ടാൽ. ഒരൊറ്റ വീഡിയോ കൊണ്ട് ഒരു അച്ചാർ കച്ചവടം ഒരൊറ്റ ദിവസം കൊണ്ട് പൂട്ടുന്ന കലാപരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ബുൾജെറ്റുവിൻ്റെ അച്ചാർ കച്ചവടം അവരുടെ പേജ് കിടപ്പുണ്ട്, ജസ്റ്റ് പോയി കണ്ടു നോക്ക്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യും.